ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. സുഖമല്ലേ എല്ലാവർക്കും? രണ്ട് കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ, മൈക്രോ ഗ്രീൻസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാറുള്ളൊരു സിമ്പിൾ ഓംലെറ്റ്. പിന്നെ സെക്കൻഡ് വൺ, മൈക്രോ ഗ്രീൻസ് എന്താണെന്നറിയാത്തവർക്കും ഇതുവരെ മൈക്രോ ഗ്രീൻസ് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർക്കും എൻ്റെ രീതിയിലൊരു ചെറിയൊരു പരിചയപ്പെടുത്തൽ. ഞാൻ ചെയ്യാറുള്ള രീതികളും എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു അറിവുകളാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ മൈക്രോ ഗ്രീൻസ് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം അല്ലേ. ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, സാൻഡ്വിച്ച്, സാലഡ്സ്, ജ്യൂസ്, പിന്നെ പിസ്സ ഒക്കെ ഗാർണിഷ് ചെയ്യാൻ, പിന്നെ മൈക്രോ ഗ്രീൻസ് വെച്ച് സൂപ്പ് ഉണ്ടാക്കാറുണ്ട്, പിന്നെ കറി ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമ്മൾ പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കുമ്പം പാലക്ക്, ചീരയൊക്കെ ഇടുന്നതിന് പകരം ഇതിട്ടാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. മൈക്രോ ഗ്രീൻസ് എന്ന് പറഞ്ഞാൽ ഫുൾ വളർച്ചയെത്തിയ വെജിറ്റബിൾസിൻ്റെ ഒരു മിനി വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. യങ് വെജിറ്റബിൾ ഗ്രീൻസ്, ഏകദേശം 1 മുതൽ 5 ഇഞ്ച് വരെയൊക്കെയുള്ള ബേബി പ്ലാന്റ്സ് ആണിത്. സാധാരണയായിട്ട് ഇതിൻ്റെ സീഡ്സ് നട്ടതിന് ശേഷം ഒരു 3 ആഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ ഇതിൻ്റെ വിളവെടുപ്പ് നടത്തും. ഇതിന് പ്രത്യേകിച്ച് പരിചരണമൊന്നും ആവശ്യമില്ലാത്ത കാരണം ആർക്കും എപ്പോഴും ഏത് കാലാവസ്ഥയിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വീടിൻ്റെ പുറത്ത് മാത്രമല്ല, നമുക്ക് വീടിൻ്റെ അകത്തും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ സാലഡ്സിനൊക്കെ വേണ്ടിയാണെങ്കിൽ ഒരു മാക്സിമം ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് വിളവെടുക്കാം. അപ്പോൾ നമുക്ക് കിച്ചൺ സൈഡിൽ തന്നെ ഇത് വീടിൻ്റെ അകത്ത് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. മൈക്രോ ഗ്രീൻസ് ഞാൻ ചെയ്യാറുള്ളത് കടുക്, ചെറുപയർ, കടല, നമ്മൾ പുട്ടിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യുന്ന കടല, ഇതൊക്കെയാണ്. പിന്നെ ചീരേൻ്റെ വിത്തും ഉപയോഗിക്കാറുണ്ട്. ഞാൻ ചെയ്യാറുള്ളത് സീഡ്സ് ഒരു ദിവസം വെള്ളത്തിലിട്ട് വെക്കും. അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ഇത് കോക്കോ പീറ്റിൽ പാകുന്നത്. വെള്ളത്തിലിടുന്ന നിർബന്ധമൊന്നുമില്ല, അല്ലാണ്ട് തന്നെ പെട്ടെന്ന് മുളച്ച് കിട്ടുന്നതാണ്. ഹോളൊന്നും വേണമെന്നില്ല. അതിൻ്റെ താഴത്തെ ഏറ്റവും അടിയിലെ ലെയറായിട്ട് നമുക്ക് ചകിരിച്ചോറ്, അതായത് കോക്കോ പീറ്റ് ഒന്ന് നിരത്തി കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ റാൻഡമായിട്ട് സീഡ്സ് ഇങ്ങനെ വിതറാം. കൂട്ടം കൂട്ടാൻ നിൽക്കാൻ പാടില്ല, അതിന് വളരാനുള്ള കുറച്ചൊരു സ്പേസും കൂടി വേണം ഓരോ സീഡ്സിനും.
അതിനുശേഷം അത് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്നുകൂടി കോക്കോ പീറ്റിൻ്റെ ലെയർ ഒന്നിട്ട് കൊടുക്കാം. ശേഷം നന്നായി ഒന്ന് നനച്ച് കൊടുത്ത് ഈ സീഡ്സൊക്കെ മുളച്ച് വരുന്നത് വരെ നമുക്ക് വേണമെങ്കിൽ തണലത്ത് വെക്കാവുന്നതാണ്. അതിനൊക്കെ ലീഫ് വന്ന് തുടങ്ങിയാൽ നമ്മൾ സൺലൈറ്റിൽ മസ്റ്റായിട്ട് വെക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുകയും ചെയ്യും. ഡെയിലി ഒന്ന് നനച്ച് കൊടുത്താൽ മാത്രം മതി. ഇതിൽ ഒരു വളത്തിൻ്റെ ആവശ്യമില്ല, വെള്ളം മാത്രം മതി. വെള്ളം അതിൽ കെട്ടി നിൽക്കാൻ പാടില്ല, കാരണം നമ്മൾ ട്രേയിൽ ഹോളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. തീരെ വെള്ളം കുറഞ്ഞ് ഡ്രൈ ആവാനും പാടില്ല. സാധാരണ നമ്മൾ കഴിക്കാറുള്ള വെജിറ്റബിൾസിനെ കമ്പയർ ചെയ്യുമ്പോൾ മൈക്രോ ഗ്രീൻസിൽ വൈറ്റമിൻ്റെയും മിനറൽസിൻ്റെയും ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒക്കെ ലെവൽ വെരി ഹൈ ആണെന്നാണ് പറയുന്നത്. ഏകദേശം ഒരു 9 മടങ്ങൊക്കെ അധികമാവും നമ്മൾ കഴിക്കുന്ന സെയിം ക്വാണ്ടിറ്റി സാധാരണ വെജിറ്റബിൾസിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻസിൻ്റെ ലെവൽ 40 ടൈംസ് ഹയർ ആണെന്നും ചില സ്ഥലങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അത് നമ്മളെ കയ്യിലുള്ള ഡിഫറെൻറ്റ് സ്പീഷീസിലുള്ള പ്ലാന്റ്സിനെ കമ്പയർ ചെയ്യുമ്പോഴായിരിക്കാം. ഇതിലടങ്ങിയിരിക്കുന്ന പോളിഫിനോൾസ് ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസ് കുറക്കുന്നുണ്ട്. അതുപോലെ തന്നെ അൾഷിമേഴ്സ് ഡിസീസ് വരാനുള്ള ചാൻസും കുറക്കുന്നുണ്ട്. ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ മൈക്രോ ഗ്രീൻസ് ചെയ്തപ്പോൾ എടുത്ത വീഡിയോസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഒക്കെ കൂട്ടിയിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. മൈക്രോ ഗ്രീൻസിന് നല്ല ഹെൽത്തി ഗ്രോത്ത് കിട്ടണമെങ്കിൽ പ്രോപ്പറായിട്ട് സൺലൈറ്റ് ഉള്ള ഭാഗത്ത് നമ്മൾ വെക്കണം. ഇതിന് ലീഫൊക്കെ വന്നതിന് ശേഷം നന്നായി സൺലൈറ്റ് ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയൊക്കെ സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെച്ചാൽ പെട്ടെന്ന് ഇതൊരു ആഴ്ച കൊണ്ടൊക്കെ നമുക്ക് വിളവെടുക്കാം. പിന്നെ നമ്മളിതിൽ സീഡ്സ് ഇടുന്ന സമയത്ത് നന്നായി പ്രസ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഇട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യാനേ പാടുള്ളൂ. ഈർപ്പ് എപ്പോഴും നിലനിൽക്കണം. ഇതിൽ ഓവർ വാട്ടറിങ്ങും പാടില്ല. വിത്ത് പാകിയതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇതൊന്ന് കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും. വിത്ത് മുളച്ചതിന് ശേഷം ഈ കവർ റിമൂവ് ചെയ്യാം നമുക്ക്. മൈക്രോ ഗ്രീൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഹൈ ക്വാളിറ്റിയുള്ള സീഡ്സും അവൈലബിൾ ആണ് പുറത്തുനിന്ന്. അല്ലെങ്കിൽ നമ്മൾ വീട്ടാവശ്യത്തിന് വാങ്ങുന്ന കടുകും പയറൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. മൈക്രോ ഗ്രീൻസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് കെയറിംഗ് ഒന്നും ആവശ്യമില്ല. ഇതിന് കുറച്ച് ട്രേകളുണ്ടെങ്കിൽ ആർക്കും എപ്പോഴും ചെയ്യാം. പിന്നെ കുട്ടികളെ കൊണ്ടൊക്കെ നമ്മൾ ശീലിപ്പിക്കുകയാണെങ്കിൽ അവർക്കും നല്ലൊരു ത്രില്ലിംഗ് ആയിരിക്കും ഇത് മുളച്ച് വരുന്നതും പെട്ടെന്ന് തന്നെ ഹാർവെസ്റ്റ് ചെയ്യുന്ന. അവരെ കൊണ്ട് നമുക്ക് കട്ട് ചെയ്യിപ്പിക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അവർക്ക്. കുറച്ച് ട്രേകളിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്നും ഒരു നേരമെങ്കിലും ഇലക്കറി കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം.